ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് NIS സെക്കൻഡറിയിലെ മാത്തമാറ്റിക്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്, ലീനിയർ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്റർ. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്റർ നോർമലി നമുക്ക് ഇക്വേഷൻസിനെ കുറിച്ച് അറിയാം. അതായത് രണ്ട് കാര്യങ്ങളെ ഇക്വേറ്റ് ചെയ്യുന്നതിനാണ്, അതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 + 3 = 5 എന്ന് നമുക്കറിയാം. അവിടെ ഇക്വേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് സൈൻ വരുന്നതിനെയാണ് നമ്മൾ സാധാരണ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അവിടെ വേരിയബിൾസ് വരുന്നതും ഒരു വേരിയബിൾ മാത്രം വരുന്ന തരത്തിലുള്ളതിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീനിയർ ഇക്വേഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ചെയ്യുന്നത്? ഒരു ഇക്വേഷൻ തന്നാൽ അത് ലീനിയർ ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നാൽ ഇത് ലീനിയർ ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ ആണോ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ്റെ ഈ പറയുന്ന 1 വേരിയബിളിൻ്റെ ജനറൽ ഫോമും 2 വേരിയബിൾ ഉണ്ടായാൽ അതിൻ്റെ ജനറൽ ഫോമും എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, എങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് എന്നുള്ള രൂപമാണ് ആദ്യം പറയുന്നത്. നോർമൽ നമുക്ക് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, 3x + 2 = 14 എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇക്വേറ്റിംഗ് സൈൻ ഉണ്ട്, അതുപോലെ തന്നെ 1 വേരിയബിൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. ഇവിടെ ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് നോക്കിയാലോ. 3x + 2 = 14 ഇതിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്? നോക്കൂ, എക്സിൻ്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ കാണുക എന്ന് പറയുമ്പോൾ ഇതാ ഈ എക്സിൻ്റെ വാല്യൂ കാണും, എക്സ് എത്രയാണ് എന്നറിയണം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിനെ 3x + 2 = 14 എന്ന് പറയുമ്പോൾ 3x = 14 - 2. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നു? -2 ആയിട്ട് മാറും. +2 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ -2 ആയിട്ട് മാറും. അപ്പോൾ 3x = 14 - 2 എന്ന് പറയുമ്പോൾ 12 ആയിട്ട് മാറുന്നു. ഇനി നോക്കൂ, 3x ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ x ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? x = 12/3 എന്ന് കൊടുക്കുന്നു. 12/3. അപ്പോൾ ഈ 3 ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈ 3 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറുന്നു. 12/3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ എന്നുള്ളത് 4 ആയിട്ട് കിട്ടി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇക്വേഷൻ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് 1 വേരിയബിൾ ഉണ്ടാകുമ്പോൾ, അതായത് ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം എങ്ങനെയായിരിക്കും എന്നാണ്. നോക്കൂ, ax + b = 0 എന്നുള്ള അതിൻ്റെ ജനറൽ ഫോം ax + b = 0 എന്നുള്ളത്. അപ്പോൾ എക്സ് എന്നുള്ളത് വേരിയബിൾ ആണ്. ഇത് രണ്ടും നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം, രണ്ട് സംഖ്യകളായിട്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് എ എന്നുള്ളത് ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. എ 0 ആണെങ്കിൽ ഇത് ടോട്ടലി 0 ആയിരിക്കും, പകരം ബി മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അത് ലീനിയർ ഇക്വേഷനിൽ നമ്മൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എ 0 ആകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി നോക്കൂ, ഇതേ രൂപത്തിലാണോ നമ്മൾ നേരത്തെ ചെയ്തത് വന്നിട്ടുള്ളത്? ഇവിടെ നോക്കൂ, 3x + 2 = 14. നോക്കൂ, 3x + 2 ഇവിടെ എഴുതാം. 3x + 2 = 14 എന്ന് വന്നു. ഇതെങ്ങനെ ചെയ്യും? നമുക്ക് ഈ ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് നമുക്ക് എങ്ങനെ ആക്കാം? ഇത് നേരെ തിരിച്ച് 3x + 2 - 14 = 0 എന്നുള്ള ഫോമിലേക്ക് ആക്കാം, അല്ലേ? 2 - 14 എന്ന് പറയുമ്പോൾ -40 എന്നുള്ള രൂപത്തിലേക്കാം. എങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ വരുന്നത്, അതായത് ഇതാ ax + b = 0 എന്ന ഫോമിൽ വരുന്നതിന് ലീനിയർ ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ എന്നാണ് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ, അതായത് എക്സ് മാത്രമല്ല, എക്സും വൈയോ അല്ലെങ്കിൽ വൈ സെറ്റോ ഏതെങ്കിലും ഫോം വരുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എന്നുള്ളത് ax + by + c = 0 എന്നുള്ളതാണ്. ax + by + c = 0 എന്നുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് മാത്രമല്ല ഉള്ളത്, നമുക്ക് y എന്നുള്ള വേരിയബിൾ കൂടിയുണ്ട്. ഈ 2 വേരിയബിൾ കൂടി വരുമ്പോഴാണ് ഈ ഒരു ലീനിയർ ഇക്വേഷൻ
എ ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ എന്നുള്ള ഫോമിലേക്ക് മാറി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്കുള്ള എ ബി സി ഇത് മൂന്നും എന്തായിരിക്കണം? റിയൽ നമ്പറുകൾ ആയിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി ഈ ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ വരുന്നത് എ ബി സി എന്നുള്ളത് റിയൽ നമ്പറുകൾ ആയിരിക്കണം. 2 വേരിയബിൾ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് എ ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ എന്നുള്ളതിന്റെ ബേസിക് ജനറൽ ഫോം എന്നുള്ളത് ഈ പറയുന്ന എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസിക്കൽ ടു 0 എന്നുള്ളതാണ്. ഇനി നോക്കൂ, ചില പ്രോബ്ലംസ് തന്നിട്ട് അതിൽ നിന്ന് ലീനിയർ ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ ഓർ 2 വേരിയബിൾ എന്ന് കണ്ടെത്താനാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, ആദ്യം തന്നിട്ടുള്ളത് ഇവിടെ നോക്കൂ, 2x പ്ലസ് 5 ഈസിക്കൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. ഇത് 1 വേരിയബിൾ ആണോ 2 വേരിയബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ആകെ എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയാം? ലീനിയർ ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ഇത് ആ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി രണ്ടാമത്തെ നോക്കൂ, 3y മൈനസ് z ഇസിക്കൽ ടു y പ്ലസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. 3y മൈനസ് z ഇസിക്കൽ ടു y പ്ലസ് 5 എന്നുള്ളത്. നോക്കൂ, ഇവിടെ വൈയും ഉണ്ട് സെറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയാം? ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ എന്ന് പറയാം. ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ എന്ന് പറയാം. അപ്പൊ ഇത് 2 വേരിയബിൾ ഉള്ളതാണ്, ഇത് ഒരു 1 വേരിയബിൾ ഉള്ളതാണ്. ഇനി മൂന്നാമത്തെ നോക്കൂ. ഓക്കെ, അതിന് മുന്നേ ഇത് ഈ പറയുന്ന ഇക്വേഷന്റെ എൽ എച്ച് എസും ആർ എച്ച് എസും ഒന്ന് നോക്കാം. ഇതിന്റെ എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഏതാണ്? 3y മൈനസ് സെഡ് എന്നാണ്. 3y മൈനസ് സെഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആർ എച്ച് എസ് നോക്കൂ. ആർ എച്ച് എസ് എന്തായത്? y പ്ലസ് 5 എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് 2x ഇസിക്കൽ ടു എക്സ് പ്ലസ് 3. ഇക്വേറ്റിംഗ് സൈനും എൽ എച്ച് എസും ആർ എച്ച് എസും എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത് ലീനിയർ ഇക്വേഷൻ അല്ല. എന്തുകൊണ്ടാണ് ലീനിയർ ഇക്വേഷൻ അല്ലാത്തത്? ആദ്യം നമ്മൾ നോക്കുന്നത് വേരിയബിൾസിന്റെ കേസാണ്. അപ്പോൾ ഒരു വേരിയബിൾ മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷെ ഇത് ലീനിയർ ഇക്വേഷൻ അല്ല എന്ന് പറയാനുള്ള കാരണം, എക്സിന്റെ ഹയസ്റ്റ് വേരിയബിൾ ആയിട്ട് ഇവിടെ ഉള്ളത്, ഹയസ്റ്റ് എക്സ്പോണന്റ് ആയിട്ട് ഇവിടെ ഉള്ളത് 2 ആണ്. അപ്പൊ എക്സ്പോണന്റ് 2 ആകുന്നത് ഒരിക്കലും ലീനിയർ ഇക്വേഷനിൽ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് പല ഇക്വേഷനുകളെയും ലീനിയർ ഇക്വേഷൻ ഒന്നും അല്ലാത്തതെന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനും നമുക്ക് കൂടുതൽ പഠിക്കാനും വേണ്ടി ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.